ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഫ്രാൻസിൽ ലീജയുടെ അടുത്തായിട്ട്, ലില്ലി എന്ന് പറയും, അതിൻ്റെ അടുത്തായിട്ട് ലോഡ് ഇറക്കി കഴിഞ്ഞു. ലോഡ് കാലത്ത് 7 മണിക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സമയം വന്നിട്ട് 8:50. ഇപ്പോൾ 7 മണിക്ക് ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മളപ്പോൾ ഇന്ന് വെളുപ്പിന് 3 മണിയായപ്പോൾ വണ്ടി എടുത്താ ഫ്രാൻസിൻ്റെ താഴ്ത്തുന്നു, പാരീസിൻ്റെ താഴ്ത്തുന്നു. Continue on Rue François Jacob for 1 kilometer. അത് കഴിഞ്ഞ് ഇതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇതെടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എക്സസൈസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ചായ കുടിച്ചു. അപ്പോഴാണ് കമ്പനിയിൽ 7:30 ആയപ്പോഴേക്കും അവർ കൈനോക്കി കാണിച്ചു. അതിനുശേഷം ഇപ്പോൾ 8:51. ഇപ്പോഴാണ് നമുക്ക് പോവാനായിട്ടുള്ള സംഭവങ്ങൾ കിട്ടിയത്. നമുക്ക് പിന്നെ ഇവിടുന്ന് 2 റൂട്ട് കാണിക്കുന്നുണ്ട്. അത് നോക്കേണ്ടി വരും, ഏതാണ് എടുക്കേണ്ടത്. അവിടെ പോയിട്ട് ആദ്യത്തെ ലോഡ് കയറ്റണം. അതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു അടുത്ത ലോഡ് എവിടെ നിന്നാണ്. ആദ്യത്തെ ലോഡ് കയറ്റാൻ പോണത് സരഗോസ, സ്പെയിനിൽ സരഗോസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. എന്താണെന്നറിയില്ല. In 400 meters, turn left onto the D58 ramp to A21, A26. അപ്പം അതിന് ശേഷം അടുത്തത് തരാമെന്നാണ് പറഞ്ഞതാണ്. എങ്ങനെയാണ് സംഭവം എന്നൊന്നും അറിയാമെന്നില്ല. ഇനിയൊക്കെ പറഞ്ഞോണ്ട് വെച്ചു. Turn left onto the D58 ramp. Continue on D58 for 1 kilometer. നമ്മളപ്പോൾ 6 മണിയായപ്പോൾ അവിടെ എത്തി. 6 മണിക്ക് 6 മണി കഴിഞ്ഞപ്പോഴേക്ക് എത്തി. 7 മണിക്ക് എന്ത് ലോഡ് പറഞ്ഞേച്ചേ. പക്ഷേ 6 മണി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. In 600 meters, slide right onto the A21 ramp to Bethune. അപ്പോൾ കാലത്തെ തന്നെ അതിനുള്ള പരിപാടികൾ കഴിഞ്ഞു, വണ്ടി ഒതുക്കി. Toma la entrada a la derecha por la A21 en dirección Betín. Dirección. Slide right onto the A21 ramp. ഇപ്പോൾ സമയം 8:53. കുറച്ച് ലോക്കൽ തിരക്കുകളൊക്കെ. In 600 meters, merge onto A21. Después mantente a la izquierda por la A21. ഇതപ്പോൾ നമ്മളതിൽ പ്ലാസ്റ്റിക് ആണ്. ഇവിടെ തോൾദോ എന്ന് പറയും ഞങ്ങൾ സ്പാനിഷിൽ. അതിന് ബോട്ടിൽസ് ആയിരുന്നു കൊണ്ടുവന്നത്. വെച്ചാൽ Mantente a la izquierda por la A21. ഇതിലപ്പോൾ 2 ടൈപ്പ് റൂട്ടുകൾ പറയാനുണ്ട്. En 2,5 kilómetros. Continue on A21 for 2 kilometers. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരീസ് റൂട്ട് എടുക്കണം. മിനിറ്റ് സ്ലോർ പറയാനുണ്ടല്ലോ. യെസ്, ഒന്നുമില്ലെങ്കിൽ ഹൈവേ
എടുക്കാം, അല്ലെങ്കിൽ നാഷണൽ എടുക്കാം. ഹൈവേ എടുത്ത് പോകുന്നതായിരിക്കും ബുദ്ധി എന്ന് തോന്നുന്നു. Toma la salida de la derecha en dirección a 26. In 600 meters, take the exit toward A26. Back. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്. Take the exit toward A26. A26. En 800 metros, mantente a la izquierda por la A26. In 800 meters, use the left lane to take the A26, E15 exit toward Arras, Greens. നമ്മൾ ഇതിലേ വന്നത്. യെസ്, രാവിലെ ആയതുകൊണ്ട് ഭയങ്കര മൂടൽ മഞ്ഞായിരുന്നു. നമ്മളപ്പോൾ ഇതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതിലൂടെ കയറാൻ ശ്രമിച്ചു. Sírvete a അവസാനം la izquierda. അതിലെ കയറാൻ സാധിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിക്കേണ്ടി വന്നു. കാരണം അതിലെ വണ്ടി കയറില്ല, ട്രെയിലർ കയറില്ല. ആ സാധനം ചടച്ചു വെച്ച കഴിഞ്ഞു കാണാൻ പറ്റിയില്ല. ഏകദേശം അടുത്തെത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത്. ഓ, Use the left lane to take the A26 exit. നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലത്ത് തന്നെ ഹൈവേയിൽ പോകാതാണ് നല്ലത്. നാഷണൽ റൂട്ട് ഈ കൊഞ്ഞനം കുത്തി അവിടെ ചെല്ലുമ്പോൾ നേരം വിളിക്കും. ഉള്ള നേരത്തെ ലോഡ് കയറ്റിയിട്ട് നമുക്ക് പോകാൻ നോക്കാം. കാരണം വൈകിട്ട് 5 മണി ആകുമ്പോഴേക്കും നമുക്ക് വണ്ടി നിർത്തണം. വണ്ടി സ്ലിപ്പറിയാണ്. ഞാനപ്പോൾ ഇന്ന് കാലത്ത് ലോഡ് ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡും തുറക്കണം. ഈ സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ നല്ല സീസണാണ്. മഴ എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ Sigue por la A26. റെയിൻ കോട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് കാണാൻ സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ള നേരത്തെ ലോഡ് ഇറക്കാന്ന് ചോദിച്ചിട്ട് ചാടി എന്നത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് കാലത്ത് മഴ നഷ്ടപ്പെട്ടു. ഈ പ്ലാസ്റ്റിക് ടൈപ്പ് വണ്ടി കൊണ്ടുപോയുള്ള ഏറ്റവും വലിയ കുഴപ്പതാണ് ഈ മഴയത്തും വെയിലത്തും ഇറങ്ങി നിന്നിട്ട് ഈ വലി തന്നെ വലി. ഇനിയിപ്പോൾ ഈ ആഴ്ച അങ്ങോട്ട് ഉള്ളൂ എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീഗോൻ്റെ ഓട്ടങ്ങൾ തുടങ്ങും. അതാകുമ്പോൾ കൊണ്ടുവന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫ്രാൻസ് ലീജ വന്നു, ഇനി ഇവിടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് പാരീസ് അവിടെ കയറി ഇവിടെ കയറിയിട്ട് വേണം പോകാനായിട്ട്. മറ്റേതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനിൽ നിന്ന് നേരെ ലോഡ് എടുക്കുക, അവിടെ നിന്ന് നേരെ നെതർലാൻഡ്സിൽ നിന്ന് ലോഡ് എടുക്കുക, തിരിച്ച് സ്പെയിനിൽ. സംഭവങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ട് തീരും. ഇപ്പം ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ ഹൈവേന്ന് അവിടെ പോയി ഹൈവേ കൂടെ കയറി അതെടുത്തിട്ട് പോകാം. അതായിരിക്കും നല്ലത്. ഒന്നും കൂടെ അടിച്ചോട്ടെ. ഇതാണ് സ്ഥലം. ഇതെടുക്കാം. 2 ഓപ്ഷൻസ് സാധാരണ ഇതിൽ കാണിക്കേണ്ടതാണ്. ഇതിൽ ഹൈവേകളെ കൊണ്ടുവന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ റോഡുകളെ കൊണ്ടുവന്നിട്ടാന്ന് വെച്ചാൽ വേറെ ഒന്നും നോക്കാനില്ല. നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 സ്പീഡോമീറ്റർ ലിമിറ്റ്. പിന്നെ എനിക്ക് അറിയില്ല വ്യക്തമായിട്ട് ഈ പറഞ്ഞ സ്ഥലം. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം.
വലിയ വ്യത്യാസമൊന്നുമില്ല. Sigue por la A26. 122 കിലോമീറ്റർ. ഇതാകുമ്പോൾ 117. എന്തൊരു പ്രശ്നം പറ്റേണ്. മറ്റേതാണെങ്കിൽ 7 മിനിറ്റ് സ്ലോ ഓവർ പറയണ്ടല്ലോ. സ്ലോ ഓവർ എന്നാൽ അതിലേ പോകാം. അതെന്തായാലും വെച്ച് കഴിഞ്ഞാൽ അതിലേ പോകുന്നതാണ് എളുപ്പം എന്നാണ് പറയണത്. എന്നാൽ പിന്നെ അതിലേ പോകും. കാരണം നമ്മളൊരു 8:30-ക്കാണ് ഇതിലെ മാപ്പ് നോക്കണത്, ഗൂഗിൾ മാപ്പ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ റേറ്റ് വ്യത്യാസം കാണിക്കും. കാരണം അത് നല്ല പീക്ക് ടൈമാണ്. അപ്പം എന്നോട് ഇത് പറഞ്ഞതനുസരിച്ചിട്ട് ഹൈവേ കൂടെ പോകാനാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പം ഞാനും അതന്നെ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ അത് 9 മണി കഴിഞ്ഞപ്പോഴേക്കും സിറ്റുവേഷൻ മാറി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പറഞ്ഞ സ്ഥലത്തെത്താം എന്ന് വിചാരിക്കുന്നത്. ഇത് മറ്റേ എന്തൊരു വെബർണറിൻ്റെ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ കമ്പനിയാണെന്ന് തോന്നുന്നു. വെബ് ട്രാൻസ് എഴുതിയാണ്. അപ്പോൾ കൂട്ടുകാരെ, അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ പറഞ്ഞ മാതിരി ഇന്ന് വെളുപ്പിന് ഒരു 3 മണി ആയിപ്പിക്കും പാരീസിൻ്റെ താഴ്ത്തുനിന്ന് വണ്ടി എടുത്തു, പാരീസ് ക്രോസ് ചെയ്തു. വരുന്ന വഴിക്ക് ഓബ്ര നടപ്പുണ്ടായിരുന്നു. ഓബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണികൾ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ വേറെ റൂട്ടിലെ പാരീസിൻ്റെ അകത്തോടെ കയറി വരാൻ പറ്റിയില്ല. അപ്പോൾ വളഞ്ഞ് വരേണ്ടി വന്നു. വളഞ്ഞ് ഇവിടെ കയറി വന്നു, ലോഡ് ഇറക്കി. കാലത്തെ വന്നപ്പോൾ ഭയങ്കര ഇരുട്ട്. പക്ഷെ 6 മണി ആയിപ്പിക്കും അവിടെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയി കുത്തി, ആരും തുറക്കണില്ല. ഞാനപ്പോൾ തന്നെ വണ്ടി ഗേറ്റിൻ്റെ പുറത്തിട്ടുണ്ടായിരുന്നു, വണ്ടി അകത്ത് കയറ്റി. എന്നിട്ട് അവിടെ ഒന്ന് വീണ്ടും 2-3 പ്രാവശ്യം കുത്തിയപ്പോഴത്തെ വന്നിട്ട് പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് തുറക്കും, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് തുറക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ വെയിറ്റ് ലിഫ്റ്റൊക്കെ ആയിട്ട് രാത്രി ലൈറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെളുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തണുപ്പായതിൻ്റെ പേരിൽ വളരെ താമസിച്ചിട്ടാണ് ഇവിടെ നേരം വിളിക്കാം. അതുമാത്രമല്ല ഈ മാസം അവസാനം സമയം മാറും. ഇവിടെ അവസാനത്തെ ശനിയാഴ്ച രാത്രി, അതായത് ഞായറാഴ്ച വെളുപ്പിന് 3 മണിക്ക് സമയം മാറും. അത് ആദ്യം 2 മണി വയ്ക്കേണ്ടി വരും. അടുത്ത വർഷം മുതൽ അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ വർഷം എന്തായാലും ആ മാറ്റമുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ പറയാറുണ്ടെന്ന് മാത്രം. ഇനിയപ്പോ In 3 kilometers, take exit 7 to തണുപ്പിലോട്ട് കയറാൻ പോകണം. Vimy. ഇതെന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇപ്പതേ വീണ്ടും മാറ്റി. മറ്റേതാണ് ഫാസ്റ്റർ എന്നാണ് En പറയുന്നത്. 2,5 kilómetros, toma la salida 7 a la derecha en വീണ്ടും dirección a പണിപാടിയില്ല. Lasante. വീണ്ടും ടൈമിൽ മാറ്റം വരുത്തിയില്ലേ. നമുക്കെന്നാൽ നേരെ പോകാം, അതാണ് നല്ലത്. വീണ്ടും സമയമാറ്റം, 17 മിനിറ്റ് ലേറ്റ്. വലിയ കിലോമീറ്റർ വ്യത്യാസമില്ല. എന്നാൽ പിന്നെ നമുക്ക് നേരെ പോവാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. യെസ്, നമുക്കപ്പോൾ
നേരെ പോകാനുള്ള പരിപാടി നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാവണേ നോട്ടെ. Toma la salida 7 a la derecha en dirección a Rasant. നോപ്പ്. ഇത് അറാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതാണ്. ഒരു പക്ഷേ ബ്ലോക്ക് ഉണ്ടാവുമായിരിക്കാം, അതുകൊണ്ടായിരിക്കും സ്ലോവർ പറയണത്. 10 മിനിറ്റ് സ്ലോവറാണ് പറയണത് ഈ പറഞ്ഞ റൂട്ട്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ, പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രലിലേക്ക് കയറി കഴിയുമ്പോഴായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക അതിലെ 3.5 ടണ്ണിന് മുകളിലുള്ള വണ്ടികൾക്ക് ഹൈവേ കൂടെ കയറാൻ പാടില്ലാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം അവിടെ നിന്ന് കറങ്ങി തിരിച്ചു വരേണ്ടി വരും. അതിലും ഭേദം നമുക്ക് നേരെ പോകാനുള്ള പരിപാടികൾ നോക്കാം. ട്രക്കുകളൊക്കെ പോണുണ്ട് കേട്ടാ. എന്തായാലും പോട്ടെ. En 7,5 kilómetros, toma la salida de la derecha por la 1 en dirección a Ras Est. യെസ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഉണ്ടാവൂല. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര്, അപ്പോൾ പാരീസിൻ്റെ താഴത്തേക്കാണ് നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്. യെസ്. ഇനിയിപ്പോൾ എന്തായാലും മുകളിലേക്ക് കയറില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് തന്നെ ഡിമോത്ര എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഏകദേശം എല്ലാവർക്കും ഇതൊക്കെ തന്നെ കൊടുക്കണേ. ഇത് സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് എഴുതാനൊരു മടിയന്. അമീൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോണേ. ഓക്കെ. ഇനി അമീൻസിൽ ചെന്നിട്ട് വെല്ല കൂൽക്കോഴി അങ്ങനെ അവർക്ക് വീണ്ടും തരും. എന്തായാലും നോക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ്. നമ്മളിങ്ങനെ കാലത്ത് മുതൽ വെറുതെ കണ്ട വെബ്ടെക് എന്ന് പറഞ്ഞ സംഭവം, വെബ്ടെക് എന്ന് പറഞ്ഞാൽ വെബറിൻ്റെ തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.